ലവ് സ്റ്റോറി എ ഡിഫറെൻറ്റ് കൈൻഡ് എന്നാണ്. ലവ് സ്റ്റോറി ഡിഫറെൻറ്റ് കൈൻഡ്. ആ പുസ്തകങ്ങൾ നിറച്ചും സ്നേഹത്തിൻ്റെ കഥകളാണ്. അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഒരു ചെറിയ കുട്ടിക്ക് അടിയന്തരമായി രക്തം ആവശ്യം വന്ന്. അപ്പോൾ രക്തം കൊടുക്കാൻ അവിടെ വലിയ ആളുകൾ ആരും ഇല്ല. അവസാനം രക്തം കൊടുക്കാൻ വന്നത് അധികം പ്രായമൊന്നായിട്ടില്ലാത്ത ഒരു കുട്ടി തന്നെയാണ്. അവൻ രക്തം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. ഉമ്മയെ കണ്ടേ പറ്റൂ. അപ്പോൾ ആളുകൾ അവരോട് പറയുന്നുണ്ട് പെട്ടെന്ന് കൊടുത്തൂടെ എന്നൊക്കെ. പക്ഷെ അവൻ ഉമ്മയെ കണ്ടേ പറ്റുള്ളൂ. അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറയണത്, ഞാൻ എൻ്റെ ചോര അവന് കൊടുത്തല്ലേ, ആ കുട്ടിക്ക് കൊടുത്തല്ലേ, ഞാൻ മരിക്കൂലേ, മരിക്കണതിന് മുമ്പ് എനിക്ക് എൻ്റെ ഉമ്മേനൊന്ന് കാണണം എന്നാണ് പറഞ്ഞത്. അവൻ വിചാരിച്ചത് ചോര കൊടുത്താൽ മരിക്കുന്ന, അവനങ്ങനെ വിചാരിച്ചത്. പക്ഷെ അത്ഭുതം എന്താണെന്നറിയാം, അവനതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കണത്. മരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കണത്. ആ കുട്ടിയുടെ പേരാണ് വലിയ മനുഷ്യൻ. അവൻ്റെ ഉള്ളിലുള്ളതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. നമ്മളുണ്ടാക്കുന്ന ഒച്ചപ്പാടിനൊന്നും പേരല്ലതെന്ന്, നമ്മളുണ്ടാക്കുന്ന അടയാളങ്ങളുടെയും പേരല്ലത്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയുടെ പേരാണ്. രക്തം ഇങ്ങനെ പൊടിക്കുന്നവരുടെ പേരല്ലത്, രക്തം ഇങ്ങനെ കൊടുക്കുന്നവരുടെ പേരാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്തുകൂടെ ഒഴുകണമെന്ന് ദൈവം നിശ്ചയിച്ച ചോര പുറത്തുകൂടെ ഒഴുകുന്നത് കണ്ട് ആനന്ദിക്കുന്നവരുടെ പേരല്ല അത്. ഒരു മനുഷ്യനിങ്ങനെ രക്തം പകുത്തു കൊടുക്കുന്നവരുടെ പേരാണ്. അതുകൊണ്ടാണ് നബി തിരുമേനി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ അയൽപ്പക്കത്ത് ഒരാളിങ്ങനെ വിശന്നിരിക്കുന്നുണ്ട്, നമ്മളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുകയും ചെയ്ത്, നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല അയാൾക്ക് വിശപ്പുള്ള കാര്യം. അറിയണമെങ്കിൽ അവിടെ പോകണം. അതാ നമ്മൾ പോയിട്ടില്ല. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി, നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ രാത്രി എണീറ്റ് പിന്നെയും നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നബി തിരുമേനി പറയാ, ഈ മതം എന്താണെന്ന് പഠിപ്പിച്ച ആൾ പറഞ്ഞു തരികയാണ്. ഹബീബായ പ്രവാചക തിരുമേനി പറഞ്ഞു തരികയാണ്, നമ്മുടെ അയൽപ്പക്കത്തെങ്ങാനും ഒരു ജോസഫ് ഏട്ടനോ ഒരു ബാലേട്ടനോ അയാളും അയാളുടെ കുട്ടികളും വിശന്നിരിക്കുകയാണ്, നമ്മളെങ്ങാനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാലേ, എടോ നീയൊന്നിത് പെട്ട ആളല്ല എന്നാണ് പറഞ്ഞത്. ചെറിയ വാക്കല്ലത്. അങ്ങനെ ഒരാൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ അവൻ മുസ്ലിം അല്ല എന്നല്ല പറഞ്ഞത്, മുസ്ലിമൊക്കെ തന്നെയാണ്. പക്ഷെ നബി എങ്ങനെയാണ് പറഞ്ഞതെന്നറിയോ, അവനൊന്നും അല്ല മുസ്ലിം എന്നാണ് പറഞ്ഞത്. അവൻ മുസ്ലിം അല്ല എന്നല്ല, അവനൊന്നും അല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്, അവനാ ചെയ്തതൊരു മുസ്ലിമിൻ്റെ കൾച്ചറല്ല എന്നാണ്. അതാണത്. ഗുലിസ്ഥാൻ കഥകളിൽ പറയുന്നുണ്ട്, വിശപ്പ് എന്ന ഒന്നില്ലായിരുന്നെങ്കിൽ ഒരു മൃഗവും വേടൻ്റെ വലയിൽ കുരുങ്ങൂലായിരുന്നു. വിശപ്പ് എന്ന ഒന്നില്ലായിരുന്നെങ്കിൽ വേടൻ വല വിരിക്കുകയും ഇല്ലായിരുന്നു. വിശപ്പാണ് ഏറ്റവും കഠിനമായ പ്രലോഭനം. അതിനേക്കാൾ വലിയ പ്രലോഭനമൊന്നുമില്ല. ബിരിയാണി എന്നൊരു കഥയുണ്ടായിരുന്നു ഈ അടുത്ത് മലയാളത്തിൽ. നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയതാണ്, സന്തോഷ് എച്ചിക്കാനം. വായിച്ചിരുന്നത്, കേട്ടിരുന്നു അതിനെക്കുറിച്ച്? ഇല്ല, ഒരു പുസ്തകമായിട്ടും വന്നിട്ടുണ്ട്. പൊള്ളും, വായിച്ചു കഴിയുമ്പോഴേ പൊള്ളും. 6000 ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ്. കുറേ ഭക്ഷണം ബാക്കി വന്ന്, കുറേ ബിരിയാണി ബാക്കി വന്ന്. അപ്പോൾ അതിങ്ങനെ കുഴിച്ചിടുന്നതിന് വേണ്ടിയിട്ടൊരു ബംഗാളിയെ വിളിച്ചു, നമ്മുടെ ഭാഷയിൽ ബംഗാളിയെ വിളിച്ചു. അദ്ദേഹം വന്നിട്ട് കുഴി വെട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല ഇതെന്തിനുള്ള കുഴിയാണെന്ന്. അങ്ങനെ കുഴി വെട്ടുന്ന സമയത്താണ് നല്ല സുഗന്ധം വരുന്നത്, ബിരിയാണിയുടെ സുഗന്ധമാണ്. അയാൾക്ക് മനസ്സിലായി അത് ബിരിയാണിയാണ്, ബസ്മതി അരിയിട്ട ബിരിയാണിയാണ് എന്ന് തന്നെ മനസ്സിലായി. അതിൻ്റെ സ്മെല്ലുണ്ട്. കാരണം ഈ ബസ്മതി അരി ആയിട്ട് ഇയാൾക്കൊരു ബന്ധമുണ്ട്. ഇയാളുടെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ബസ്മതി അരിയിട്ട കുറച്ച് കഞ്ഞി കുടിക്കണം എന്നായിരുന്നു. അങ്ങനെ ഇയാൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ബസ്മതി അരി. പക്ഷെ അവൾ കഞ്ഞി കുടിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു അരിയിട്ട് ഇങ്ങനെ കുറിക്കുക മാത്രം ചെയ്തു, തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട്. അവർക്കൊരു മോളാണ് ഉണ്ടായത്. ആ മോൾക്ക് അവർ പേരിട്ടതും വസുമതി എന്നായിരുന്നു. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ചെമ്പുകൾ ഇങ്ങനെ വരുന്നത്. ധാരാളം ബിരിയാണി ബാക്കിയുണ്ട്.
ആ ബാക്കി വന്ന ബിരിയാണി ആ കുഴിയിലേക്ക് ഇങ്ങനെ തട്ടിയിടാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അയാൾ ആ കുഴിയിലേക്ക് തട്ടിയിട്ട് നിറഞ്ഞുപോയി. അപ്പോൾ അയാളോട് ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു. അയാൾക്ക് പറ്റുന്നില്ല. അയാളിങ്ങനെ വിങ്ങി പൊട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആരോ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഗോപാൽ യാദവ്. നിങ്ങളുടെ വീട് എവിടെയാ? ബീഹാറിലാണ്. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഭാര്യയും മോളും. മോളെന്താ പഠിക്കുകയാണോ? അല്ല. പിന്നെയോ? അവൾ മരിച്ചുപോയി. എങ്ങനെ? പട്ടിണി കൊണ്ട്. പട്ടിണി കൊണ്ട് മരിച്ചുപോയ മകളുടെ മുഖം അത്രമേൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരച്ഛന് കഴിയോ ആ ബിരിയാണി ചവിട്ടി തരുത്താൻ? അതാണ് പട്ടിണി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറേ ആവശ്യമുള്ളൂ എങ്കിൽ 2 എടുക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചുള്ള വിചാരം. അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നതിൻ്റെ പേരാണത്. അതുകൊണ്ടാണ് താവോ പറയുന്നത്, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോഴേ അതിൻ്റെ 3/4 മതി, എന്നാലേ കുടിക്കാൻ പറ്റുള്ളൂ, നിറച്ചാൽ കുടിക്കാൻ കഴിയില്ല. രസം പോകും അതിൻ്റെ. പൈസ കൂടിയാൽ സമാധാനം കിട്ടുമോ എന്ന് വലിയൊരു ഗുരുവിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. പൈസ കുറേ ഉണ്ടായാൽ സമാധാനം ഉണ്ടാവുമെന്ന്. ഗുരു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവിടെ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ ഇങ്ങനെ വിളിച്ചു. ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ആപ്പിൾ കൊടുത്തു. ആ കുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി. പക്ഷെ ഒരാപ്പിൾ കൂടി കൊടുത്ത് അവന് സന്തോഷം ഒന്നുകൂടെ കൂടി. ഒരാപ്പിൾ കൂടി കൊടുത്ത് അവന് പിടിക്കാൻ കഴിയണില്ല. പിന്നെ ഒരാപ്പിൾ കൂടി കൊടുത്ത് അവനതൊരു ഭാരമായി മാറി. ആദ്യം ഉണ്ടായിരുന്ന സന്തോഷം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഗുരു ആ ചോദ്യത്തിന് മറുപടി പറയുമായിരുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട്, നമ്മുടെ കൂടെയുള്ളത് ആരാണോ അവരോടൊപ്പം, നമ്മൾ ഈ ലോകത്ത് എവിടെയാണുള്ളത് അവിടെ വെച്ച് ഒന്നാമതായി നമ്മൾ സന്തോഷിക്കണം, ഹാപ്പി ആവണം. രണ്ടാമതായി നമ്മുടെ കൂടെ ഉള്ളവരെ ഹാപ്പി ആക്കുകയും വേണം. ഇതാണൊരു ആയുസ് കൊണ്ട് മനുഷ്യന് ചെയ്യേണ്ടത്. അത് നമ്മളെ ഇങ്ങനെ സ്നേഹിക്കണം, നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഇഷ്ടപ്പെടണം, അല്ലേ? മനുഷ്യന്മാർ അങ്ങനെ അല്ലാന്നേ. നമ്മൾ കാണുന്ന അധികം മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇന്നലത്തെ കുറ്റബോധമോ സങ്കടങ്ങളോ വിരഹമോ വേദനയോ, അല്ലേ? വേറെ കുറേ ആളുകളോ നാളെയാണ്. ഇന്ന് ജീവിക്കുന്ന ആളുകളാരാ? വളരെ കുറച്ച് ആളുകളാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷം കുറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കുട്ടികൾ വളരെ ഹാപ്പിയാണല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ ഹാപ്പിയാണ്. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ. പിന്നെ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ഭ്രാന്തന്മാരാ, അല്ലേ? അവർ ഹാപ്പിയാണ്. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ പാരമ്പര്യങ്ങളിലുള്ള നാറാണത്ത് ഭ്രാന്തൻ, നമ്മളയാളെ ഭ്രാന്തൻ എന്നൊക്കെ പറയും. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അയാളുടെ ഉള്ളിലുള്ളൊരു ഫിലോസഫി എത്ര വലുതാണെന്ന്. കഷ്ടപ്പെട്ട് ഒരു പാറക്കല്ല് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മുകളിലെത്തിയതിനു ശേഷം താഴേക്ക് ഉതിർന്ന് വരുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നൊരു മനുഷ്യൻ. അത്രയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ അയാൾ ചിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ നഷ്ടത്തിൽ പോലും ഒന്ന് ചിരിക്കാൻ കഴിയുമോ? കഴിയില്ല. എന്നിട്ട് നമ്മൾ അയാളെ വിളിച്ചത് ഭ്രാന്തനാണ്. നഷ്ടങ്ങളിലും ഒരാൾക്ക് ഇങ്ങനെ പതറാതെ നിൽക്കാൻ കഴിയുക എന്നതാണ് നാറാണത്ത് ഭ്രാന്തൻ പഠിപ്പിച്ചു തന്ന പാഠം. ചിരിക്കൊന്നും വേണ്ട, പക്ഷെ പതറാതിരിക്കുന്നതിൻ്റെ പേരാണത്. അപ്പോഴാണ് ഒരാൾക്ക് അവനവൻ്റെ ഈ ദിവസത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുക. ഈ നിമിഷത്തെ. ഡൈ എം ടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലൊരു ഗുരുവിൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ്? റിച്ചസ്റ്റ് ലാൻഡ്. അപ്പോൾ കുട്ടികൾ അതിന് കുറേ മറുപടിയൊക്കെ പറയുന്നുണ്ട്. സാധാരണ ഗൂഗിൾ തരുന്ന ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗുരു അതൊന്നും അല്ല ഉത്തരം എന്നാണ് പറയുന്നത്. ഉത്തരം തെറ്റാണ്. പിന്നെ ഏതാണ് ശരി ഉത്തരം? അപ്പോൾ ഗുരു അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ്, മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം അപ്പോൾ ഗുരു പറഞ്ഞു,
എഴുതപ്പെടാതെ പോയ എത്രയെത്ര കവിതകളും കഥകളുമാണ് ആ കിടക്കുന്നത്. നടപ്പാകാതെ പോയ എത്രയെത്ര പദ്ധതികളാണ്, കിനാവുകളാണ്, സ്വപ്നങ്ങളാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്നത്. പറയാതെ പോയ എത്രയെത്ര സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളുമാണ് ആ കിടക്കുന്നത്. ചേർത്ത് പിടിക്കാതെ പോയ എത്രയെത്ര ആലിംഗനങ്ങളാണ് ആ കിടക്കുന്നത്. പകരാതെ പോയ എത്രയെത്ര ചുംബനങ്ങളാണ് ആ കിടക്കുന്നത്. അതുകൊണ്ട് ശ്മശാനങ്ങളാണ് ഏറ്റവും റിച്ചസ്റ്റായ സ്ഥലങ്ങളെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ഗുരു അവർക്ക് പറഞ്ഞു കൊടുത്തു, മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, ഡെക്കറേറ്റ് യുവർ ടുഡേ. അതാണ് നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഭംഗിയാക്കാൻ പറ്റിയത് നമ്മുടെ ഇന്നിനെ മാത്രമാണ്. ഇന്നലകളൊക്കെ കഴിഞ്ഞു പോയെന്ന്. ബ്രസീലിലെ ആമസോൺ കാടുകളിൽ പൂക്കാലം അവസാനിക്കുന്ന സമയത്തൊരു പൂവിടരും. ആ പൂവിന് ആകെ 3 ദിവസത്തെ ആയുസേ ഉള്ളൂ. 3 ദിവസവും അതിന് 3 കളറാണ്. അതുകൊണ്ട് ആ പൂവിന് നാട്ടുകാർ വിളിക്കുന്ന പേര് ദിവസങ്ങളുടെ പൂവ് എന്നാണ്, കാലത്തിൻ്റെ പൂവ് എന്നൊക്കെ പറയും. കാരണം ഈ 3 ദിവസം എന്ന് പറയുന്നത് 3 കാലമാണ്. ഇന്നലെ, ഇന്ന്, നാളെ. 1-ാമത്തെ ദിവസം അതിൻ്റെ കളറ് പർപ്പിൾ കളറാണ്, ഇന്നലെയാണ്. ഇന്നലെ പർപ്പിൾ കളറ് ഒരു തരം മിസ്റ്റീരിയസ് കളറാണെന്ന് പറയുന്നു. അതൊക്കെ നിഗൂഢമാണ്, കഴിഞ്ഞുപോയി. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് അത് ഉപേക്ഷിക്കണം. കൊണ്ടു നടന്നാലും നമുക്കൊരു ചുവട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡെഡാണ്, ഡെഡ് എസ്റ്റർഡേയ്സാണ്. എന്നാൽ 2-ാമത്തെ ദിവസം അതിൻ്റെ കളർ എന്താണെന്നറിയാം? ലാവെൻഡറാണ്. അത് ഇന്നാണ്. ലാവെൻഡർ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ കളറാണ്, പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ കളറാണ്. അതാണ് ഇന്ന്. നാളെ ആകുമ്പോഴേക്കത് പെയിലായി, 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കത് പെയിലായി. അതുകൊണ്ടാണ് ആ പൂവിന് ആ പേര് കിട്ടിയത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട്. നമുക്ക് പഠിച്ചവൻ എന്താണോ തന്നത് അതുകൊണ്ട്. പഠിച്ചവൻ ആരെയാണോ തന്നത് അവരോടൊപ്പം. പഠിച്ചവൻ എവിടെയാണോ നമ്മൾ എത്തിച്ചത് അവിടെ വെച്ച് ജീവിതത്തെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. ഇതാണ് ഒന്നാമതായി ഒരു മനുഷ്യൻ അവനവനോട് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ചുറ്റുമുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കൊടുക്കണം. അത് നമുക്ക് എന്താണോ തന്നത്. പാടാനാണോ കഴിയുക? പാടിയിട്ട്. പറയാനാണോ കഴിയുക? പറഞ്ഞിട്ട്. ഒന്ന് ചെന്ന് കാണാനാണോ കഴിയുക? ചെന്ന് കണ്ടിട്ട്. ഇതാണ് ഒരു മനുഷ്യൻ അയാളുടെ ആയുസ്സിനെ ഇങ്ങനെ അർത്ഥവത്താക്കുകയാണത്. റോണ്ടി പോഷ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട് കേട്ടോ, നിങ്ങൾ വായിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം 42 വയസ്സ് വരെ ആകെ ജീവിച്ചത്. 41-ാമത്തെ വയസ്സിലാണ് കണ്ടെത്തിയത് ശരീരത്തിനകത്ത് 20 ട്യൂമറുകളുണ്ട്. വലിയ ജീവിച്ചിരുന്നെങ്കിൽ വലിയ സംഭാവനകൾ ശാസ്ത്രത്തിന് ആയിരുന്ന ആളാണ്. ഗൂഗിളിൽ വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം. ഒരു കോളേജിലെ ലെക്ചറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ട്യൂമറാണ് എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെക്കുകയാണ്. സാധാരണ അവിടുന്ന് റിട്ടയർഡായി പോകുന്ന ആളുകൾ റിട്ടയർഡായി പോകുന്ന സമയത്ത് ഒരു പ്രസംഗം നടത്തും. അതാണ് ദ ലാസ്റ്റ് ലെക്ചറർ. ആ പ്രസംഗം ഇദ്ദേഹം നടത്തുന്നത് 41-ാമത്തെ വയസ്സിലാണ്. ആ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 2008 സംഭവം. അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അത് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. 2009 അത് പുസ്തകമായിട്ട് ഇറങ്ങി, മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അത് അന്ത്യപ്രഭാഷണം എന്നാണ് അതിൻ്റെ പേര്. 2009 ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായിട്ട് അത് മാറി. അടുത്ത ഏതൊരു നിമിഷവും മരിച്ചു പോകാം എന്ന് ഉറപ്പുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കിന് വല്ലാത്ത ശക്തി ഉണ്ടാവും അല്ലേ? ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാരായിരിക്കും എന്നറിയാം? നാളെ തൂക്കിലേറ്റപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു തടവുപുള്ളിയായിരിക്കും. അയാൾക്കറിയാം നാളെ ഞാൻ മരിക്കുമെന്ന്. അയാൾക്ക് അയാളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലീസുകാരനോട് പോലും സ്നേഹം തോന്നും. അയാളെ ഇങ്ങനെ ആ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരോട് പോലും അയാൾക്ക് സ്നേഹം തോന്നും. ആ രാത്രിയിൽ അയാൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളോടും അയാൾക്ക് സ്നേഹം തോന്നും. കാരണം അയാൾക്കറിയാം നാളെ ഞാനത് കേൾക്കില്ലെന്ന്. അയാൾ പറയുന്ന ഓരോ വാക്കിനും അത്രയേറെ ഗൗരവം ഉണ്ടാവും. അതുകൊണ്ടാണ് വസിയത്തുകൾക്ക് ഇത്രയധികം ശക്തി ഉണ്ടാവുന്നത് അല്ലേ? മലയാളത്തിൽ വസിയത്ത് തന്നെയുള്ള പറയുക. EMSൻ്റെ വസിയത്ത് എന്നൊരു പുസ്തകം പോലും ഉണ്ട്. റോണ്ടി പോഷിൻ്റെ വസിയത്തായിരുന്നു ശരിക്കും ആ പ്രസംഗം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ മാത്രം ഇങ്ങനെ സഫലമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കലല്ല, വേറെ ഒരു മനുഷ്യൻ്റെയെങ്കിലും സ്വപ്നത്തിന് നമ്മളിങ്ങനെ കൂട്ടു നിൽക്കുന്നതിൻ്റെ
മഹത്വമാണ് തിരിച്ചറിയേണ്ടത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തണം, തീർച്ചയായും എത്തണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നമ്മൾ എത്ര ജയിച്ച് കയറുമ്പോഴും തോറ്റ മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട്.